ഈശ്വരന്റെ വഴിയും തീരുമാനങ്ങളും മുൻകൂട്ടി അറിഞ്ഞ് അതിനെ ചെറുത്താൽ അതിലും വലിയ ആപത്തുകളായിരിക്കും വന്നു ഭവിക്കുന്നത്. ഒന്നു മാത്രം ഞാൻ പറയാം, ഇനിയും ഈ കുടുംബത്തിൽ ആപത്തുകൾ ഉണ്ടാകും. അതിനെ തടുക്കാൻ ഈശ്വരനോടുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ രാജലക്ഷ്മി അമ്മേ. ഏത് കാര്യവും ആലോചനയോടെ മാത്രം ചെയ്താൽ മതി. സാവിത്രി അല്ലേ? അതെ. എന്റെ മോളാ. അറിയാം. ഇതെന്താ സിദ്ധൻ അവിടെ എവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞിട്ട് പോയ അമ്മേ? എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് വന്നു പറഞ്ഞല്ലോ. സിദ്ധരായാലും മനുഷ്യരായാലും തെറ്റു പറ്റുമെന്ന് ജഗദീഷ് പറഞ്ഞതാ ശരി. ആ തെറ്റ് മനസ്സിൽ വെച്ചല്ലേ ഞാൻ 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 ഇത്രയും ദിവസം മീനാക്ഷിയോട് സംസാരിച്ചതും പെരുമാറിയതും. സിദ്ധന് പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തി. അതുപോലെ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തണം. അതും എത്രയും വേഗം തന്നെ. ആന്റി പറഞ്ഞത് മോള് കേട്ടോ? അച്ഛന്റെ അസുഖമൊക്കെ മാറി. അച്ഛൻ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അച്ഛനെ കാണാം. ഓ, എന്റെ അമ്മ എന്തിയേ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നന്ദിനി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. അമ്മേ, കാർത്തിയേട്ടന്റെ അസുഖം മാറിയെന്ന്. ഞാനിവിടുന്ന് എവിടേക്ക് പോയതെന്ന് അറിയോ ദേവമ്മയ്ക്ക്? അമ്പലത്തിലേക്ക്. കാർത്തിയേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എന്റെ നിയന്ത്രണമല്ല വിട്ടുപോയി ദേവമ്മേ. ഞാൻ കാർത്തിയേട്ടന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ദേവി എന്റെ പ്രാർത്ഥന കേട്ടു. ദേവിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നെഞ്ചു പൊട്ടിയ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത്. പക്ഷെ എപ്പോഴോ ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോയി. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു എന്ന് പറഞ്ഞ അതിനർത്ഥം ഒരു നിമിഷം ഞാൻ ദേവി അവിശ്വസിച്ചു എന്നല്ലേ? ആ ഒരു വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ അമ്മയോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു. അമ്പലത്തിൽ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, ദേവി പോലൊരു മോള്. അവള് പറഞ്ഞിട്ട് ഞാനൊരു സ്വാമിയോട് സംസാരിച്ചു. സ്വാമിയാ പറഞ്ഞത് എന്റെ പ്രാർത്ഥന ദേവി കേട്ടെന്നും
ധൈര്യമായിട്ട് പോയിക്കോളാനും. അപ്പോഴാ ശരിക്കും എനിക്ക് ജീവൻ വീണത്. ആ പെൺകുട്ടിയോട് ഒരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആളെ കാണണ്ടേ. ഞാൻ അവിടെയൊക്കെ നോക്കി. ആ കുട്ടി എങ്ങോട്ട് പോയിന്ന് എനിക്കറിയില്ല അമ്മേ. എന്തായാലും എന്റെ കാർത്തിയേട്ടന് അസുഖമൊക്കെ ഭേദമായല്ലോ. എനിക്കത് മതി. അമ്മേ, അമ്മേ, ഞാൻ പറയുന്നതല്ലോ അമ്മ കേൾക്കുന്നുണ്ടോ? മോളെ ഞാൻ കേട്ടു. ഞാൻ കുറെ നേരെ സംസാരിക്കുന്നു, അമ്മ ഒന്നും മിണ്ടുന്നില്ല. ആ മോളെ ഞാൻ അമ്മ വാ, കാർത്തിയേട്ടൻ ഉണർന്നു നോക്കാം. വാ. അമ്മേ, ഞാനൊരു ഡ്രാമ കളിച്ചുണ്ടാക്കിയ ക്രെഡിറ്റ് അങ്ങനെ അവള് തട്ടിയെടുക്കണ്ട. മുത്തശ്ശി. ആ മോളെ, നീ ഇത്രയ്ക്ക് നല്ലവളാണെന്ന് ഞാൻ കരുതിയില്ല. കുറച്ചു കാലം കഷ്ടകാലമായിരുന്നു മുത്തശ്ശി. അത് മാറിയതുകൊണ്ട് മുത്തശ്ശിക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതായത്. നിന്റെ നക്ഷത്രഫലവും ജാതകവിധിയൊക്കെ ഞാൻ വൈകിയ മോളെ മനസ്സിലാക്കിയത്. എന്റെ കൊച്ചുമകന് ചേർന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ പണ്ടൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഏതായാലും മുത്തശ്ശി അതൊക്കെ മനസ്സിലാക്കിയല്ലോ. എനിക്ക് സന്തോഷമായി. ഞാൻ ഭാഗ്യവതിയാ. അയ്യോ, നീ ഭാഗ്യവതി അല്ല മോളെ, നീ പുണ്യവതിയാ. പുണ്യവതി. പലപ്പോഴും ഞാൻ നിന്നെ ശകാരിച്ചിട്ടുണ്ട്, 1000 വട്ടം ശപിച്ചിട്ടുമുണ്ട്. അയ്യോ, അതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു മുത്തശ്ശി. എന്റെ മുത്തശ്ശിയല്ലേ, അതൊക്കെ പോട്ടെ. ഞാൻ വരുമ്പോ എന്റെ കാർത്തി മരണക്കിടക്കയിലായിരുന്നു. എന്റെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. എന്നെ കണ്ട ആ നിമിഷം കാർത്തിയുടെ അസുഖം മാറി. എന്നോടാ കാർത്തി ആദ്യം സംസാരിച്ചത്. എന്റെ കൊച്ചുമകന്റെ ജീവൻ രക്ഷിച്ചത് നീയാ. എന്റെ മോൾക്ക് മുത്തശ്ശി ഒരു സമ്മാനം തരട്ടെ? സന്തോഷായി മുത്തശ്ശി. അയ്യോ, കണ്ണീന്ന് പൊന്നീച്ച പറന്നോ? പൊന്നീച്ചല്ല, അവളുടെ തലേന്നെ ഒരു കിളി പറന്ന് ആകാശത്തേക്ക് പോയി. നീ ഒറ്റ ഒരുത്തിയ എന്റെ കുടുംബം തകർത്തത്. നീയുമായിട്ടുള്ള കാർത്തിയുടെ വിവാഹമോചനം നടത്താതെ ചെമ്പകമംഗലത്ത് നിന്ന് ബാധ ഒഴിയില്ല.
നിന്റെ കഴുത്തിൽ എന്ന് എന്റെ കാർത്തി താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാ ചെമ്പകമംഗലത്തിന്റെ കഷ്ടകാലം. ഞാൻ എന്റെ പൊന്നു കുഞ്ഞിനെ തെറ്റിദ്ധരിച്ചു. എന്റെ മീനാക്ഷി ഇറങ്ങി പോടി. നിന്നെ എന്റെ കൺവട്ടത്ത് കണ്ടുപോവരുത്. നശിച്ച ജന്മം. ഇറങ്ങി പോവാൻ. ഇങ്ങ് വാ. എന്റെ കുഞ്ഞിനെ മുത്തശ്ശി ഒത്തിരി വേദനിപ്പിച്ചു, ഒത്തിരി കരയിപ്പിച്ചു. മുത്തശ്ശിയോട് മോളി ക്ഷമിക്കണം. അയ്യോ മുത്തശ്ശി, എന്റെ ജയരാമൻ എനിക്ക് തന്നേച്ചു പോയ നിധിയാ നീ. ഞാനതറിഞ്ഞില്ല. മോള് മുത്തശ്ശിയുടെ മാത്രമല്ല, ചെമ്പകമംഗലത്തിന്റെ ഭാഗ്യ, എന്റെ വീടിന്റെ ഐശ്വര്യം. ഡോക്ടർ, മോനിപ്പോ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് വരെ അത്ഭുതമായി. മെഡിക്കൽ സയൻസിന് മേലെ അദൃശ്യമായ എന്തോ ഒരു ശക്തി കാർത്തിക്കിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാർത്തിക്കിന്റെ പ്രധാന പ്രശ്നങ്ങളൊക്കെ മാറി. ഇനി ആരോഗ്യം കൂടി വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പുറകെ പറയാം. താങ്ക് യു ഡോക്ടർ. നീ എന്താ മോളെ വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ. കൊറേ കഷ്ടകാലങ്ങൾ മാറിയില്ലേ? ഇനി ഇപ്പൊ എന്തിനാ മോളെ ടെൻഷൻ? നമുക്ക് ചെമ്പകമംഗലത്തേക്ക് പോവാം. എന്റെ മോൾക്ക് മുത്തശ്ശിയുടെ വക സ്വീകരണമുണ്ട്. കരയല്ലേ? ഞാൻ പിന്നെ വിളിക്കാം. എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ട് കൊച്ചുമകളെ. സിദ്ധൻ അങ്ങനെ പറഞ്ഞപ്പോ ആട്ടി പുറത്താക്കി. സിദ്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോ ദേ വിളിച്ച് തിരികെ കയറ്റി. കാർത്തിമോൻ എങ്ങനെ ഇരിക്കുന്നമ്മേ? അവനെ ഏറെക്കുറെ എല്ലാം ഭേദമായി. ഡിസ്ചാർജ് ചെയ്തിട്ടില്ല. നിനക്ക് കൂടി ഇന്നവനെ കാണാൻ വരാമായിരുന്നു. അമ്മേ,
ഇതും പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കണ്ട. ചേച്ചിയും കൂട്ടി ഞാൻ വൈകിട്ട് പൊയ്ക്കോളാം. അല്ല, അമ്മയെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറുന്നില്ലേ? കാര്യമുണ്ട്. മോളെ നന്ദിനി, പോയി ആരതി എടുത്തോണ്ട് വാ. മാലതി ചെയ്യും അമ്മേ. അല്ല, നിനക്കെന്തു പറ്റി? ഒന്നുമില്ലമ്മേ. ആരതി ഞാൻ കൊണ്ടുവരാമേ. ചെല്ല്. കൈമളേട്ടൻ ഇവിടെ ഇല്ലാത്തൊരു സങ്കടമേ എനിക്കുള്ളൂ. എങ്കിലും ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസം. എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഒത്തിരി വേദനിച്ച് ഇവിടുന്ന് ഇറങ്ങിയതാ എന്റെ കൊച്ചുമോള് മീനാക്ഷി. ഇവളെയും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടി. എനിക്ക് വലിയ കുറ്റബോധമുണ്ട് എന്റെ കൊച്ചുമോളെ കരയിപ്പിച്ചതിന്. അതിനുള്ള പ്രായശ്ചിത്തം ഞാൻ ചെയ്യും. അതിനു മുമ്പ് സന്തോഷത്തോടെ സ്വീകരിക്കണം എന്റെ മീനാക്ഷിയെ. എന്റെ ജയരാമൻ പോയിട്ട് 41 ദിവസം ആവുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ഞാൻ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചത്. എന്റെ മകന്റെ ആത്മാവ് പോലും എനിക്ക് മാപ്പ് തരില്ല. മതിയമ്മേ, വിഷമിച്ചത് മതി. എല്ലാം അമ്മ തിരിച്ചറിഞ്ഞല്ലോ. മീനാക്ഷിയോട് ചെയ്തതിന് അമ്മ തന്നെ പരിഹാരം ചെയ്തല്ലോ. ജയറാമേട്ടന്റെ ആത്മാവ് ആഗ്രഹിച്ചതും അത് തന്നെയായിരിക്കും. ചെല്ലമ്മേ, അകത്തേക്ക് വാ മോളെ. മോളെ ചെല്ല. ആ തള്ളയുടെ അടി എന്റെ കാരണം പൊളിഞ്ഞുപോയി. നീ അനുഭവിക്കണം. പറ്റാവുന്ന അത്രയും അനുഭവിക്കണം. എങ്കിലേ നീ ഇനി അവിടെ ചെന്ന് കയറുമ്പോ പ്രതികാരം ഇരട്ടിയായി നടത്താൻ പറ്റൂ. ഇല്ല, ഇനി എനിക്കൊരിക്കലും ചെമ്പകമംഗലത്ത് കാലെടുത്ത് വെക്കാന്ന് പോലും ഒരു പ്രതീക്ഷയില്ല. ആ രീതിയിലാ അവരിന്ന് എന്നോട് പെരുമാറിയത്. ഷോ, എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. മീനാക്ഷി അടിച്ച് പുറത്തു കളഞ്ഞിട്ട് അവിടെ താമസിക്കണം, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റണം, കാർത്തികിന്റെ ഭാര്യയായി ജീവിക്കണം. എല്ലാം പോയില്ലേ. നീ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊന്നും പോയിട്ടില്ല. അതൊക്കെ ഈ ഇന്ദ്രജ നടത്തി തരും. എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? വിശ്വാസം? ഇനി അതൊക്കെ എങ്ങനെ സാധിക്കും? ഇന്ദ്രജ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? മരിച്ചിട്ടൊന്നുമില്ലല്ലോ.
ചതിച്ചില്ലേ? എന്നെ ചതിച്ചു കളഞ്ഞില്ലേ? ചതിച്ചിട്ട് പോയി കളഞ്ഞില്ല ജയറാമേട്ടൻ. ഈ സമയത്തൊരു ഭാര്യ അല്ല, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എന്താ? അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛന്റെ സാമീപ്യം, സ്നേഹം, സാന്ത്വനം. മുഴുപട്ടിണിയാണെങ്കിലും അരവയറ് മുറുക്കി കൊടുത്ത് സന്തോഷത്തോടെ കഴിയും അവള്. ഒന്നിച്ച് ചെലവഴിച്ച സ്നേഹ നിമിഷങ്ങൾക്ക് വിലയായി എന്ത് വേദനയും സഹിക്കും. ഇതിപ്പോ എന്നെ ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞില്ലേ? എന്നും ജയരാമേട്ടൻ ഇങ്ങനെയായിരുന്നു. മനസ്സറിഞ്ഞ് സ്നേഹിച്ചതാണോ ജയരാമേട്ടൻ ഞാൻ ചെയ്ത തെറ്റ്? ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ആഗ്രഹങ്ങൾക്കൊപ്പം ജീവിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു. എന്റെ യാത്രകൾ പോലും നല്ലൊരു കുടുംബിനിയാവാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചു. അപ്പോ ജയരാമേട്ടൻ എന്താ ചെയ്തേ? ഞാൻ അനിയത്തിയെ പോലെ കണ്ടൊരു പെൺകുട്ടിയോടൊപ്പം മാധുരിക്കൊപ്പം ജയരാമേട്ടൻ സന്തോഷമായിട്ട് ജീവിക്കുമ്പോ ഞാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല ജയരാമേട്ടൻ.